ഇതിപ്പോ അമ്മാവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊള്ളിയാൽ എങ്ങനെ ശരിയാവും? ഇത്രയും നാൾ സത്യസന്ധമായി ഇത്രയും നാൾ അന്വേഷണത്തിൽ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇത്രയും നാൾ കോടതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇത്രയും നാൾ ശരിയായ അന്വേഷണം വളഞ്ഞ വഴിയാണ് എന്ന് കാണുന്നവർക്ക് മനസ്സിലാകും. എവിടെ പറഞ്ഞ വഴി? എന്ത് പറഞ്ഞ വഴി? ദേവന്റെ അനുമതി മേടിക്കാത്തവരാണ് തന്ത്രി അറസ്റ്റ് അല്ല, തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണം എടുത്തു കൊടുത്തതിനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഗൂഢാലോചന നടത്തി നഷ്ടമുണ്ടാക്കിയതിനാണ്, ശബരിമലയ്ക്ക് നഷ്ടമുണ്ടാക്കുകയാണ്. എന്തോ അവകാശം പറയണേ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയാണോ സ്വർണ്ണം എടുത്തു കൊടുക്കുന്നത്? ദേവസ്വം ബോർഡല്ലേ തന്ത്രി പ്രൊസീജിയറിന്റെ ഭാഗമായി തന്ത്രി അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നില്ല. തന്ത്രിയുടെ അനുജ്ഞയോടുകൂടി, തന്ത്രിയുടെ ഒപ്പോടുകൂടി, തന്ത്രിയല്ലേ തന്ത്രിയല്ലേ ഒപ്പിടുന്നത്? ദേവനൊന്നും ഒപ്പിടാൻ പറ്റില്ലല്ലോ. ഇല്ല, അനുമതി ദേവൻ കൊടുക്കും. അതൊരു പ്രൊസീജിയറാണ്. ദേവസ്വം ബോർഡുകാരെ തന്ത്രിക്ക് റിക്വസ്റ്റ് കൊടുത്താൽ തന്ത്രിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും ഒരു ഉൾക്കുത്ത് തോന്നുന്നില്ലേ? അഭിലാഷ് ശരിക്കും ഉള്ള ഒരു ഉൾക്കുത്ത് തോന്നുന്നില്ലേ? ന്യായീകരിക്കുന്നത് റിക്വസ്റ്റ് മാത്രമാണ്. ഒരു അയ്യപ്പ ഭക്തന്റെ പേരിൽ ഹൈക്കോടതി ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടണം. കരിവാരി തേക്കുകയാണ് പ്രതീക്ഷ. നമുക്ക് രാഹുൽ ഈശ്വർ വിശ്വാസിയാണെങ്കിൽ കൂറും വിശ്വസ്തതയും ഒക്കെ പുലർത്തേണ്ടത് അയ്യപ്പനോടാണ്. അയ്യപ്പനോട് വിശ്വാസം എന്താ പറയുന്നത്? നാളെ കോടതി തന്ത്രിക്കെതിരെ പരാമർശം എന്താ ഞങ്ങൾ പരസ്യമായി തള്ളിപ്പറയും. നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജാ വിജയരാഘവനോ ജസ്റ്റിസ് ജയകുമാർ സാറോ അവരാണല്ലോ പരാതിക്കാർ. ശബരിമല തന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയാണെങ്കിൽ ഞങ്ങളടക്കം പരസ്യമായി തള്ളിപ്പറയും.